നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ GTയോടേറ്റ തോൽവി CSKക്ക് വലിയ രൂപത്തിൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട്. പൂർണ്ണമായും അവരുടെ കൈവിട്ടു പോയെന്നല്ല പറയുന്നത്, പക്ഷേ സംഗതി ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. 12 പോയിന്റാണ് CSKക്കുള്ളത്. പക്ഷേ 12 കളിയിൽ നിന്ന് 12 പോയിന്റുള്ള വേറെയും ടീമുകളുണ്ട്. DCയും LSGയും അവിടെ നിൽക്കുകയാണ്. CSKയെ സംബന്ധിച്ചിടത്തോളം +0.7 ആയിരുന്നു അവരുടെ നെറ്റ് റൺ റേറ്റ് ഈ കളിക്ക് മുമ്പ്. GTയോട് തോറ്റപ്പോൾ 35 റൺസിന് തോറ്റത് കൊണ്ട് തന്നെ വലിയ ഡാമേജ് ഉണ്ടായി. +0.491 ആയിട്ട് അത് താഴ്ന്നിട്ടുണ്ട്. മറ്റ് 12 പോയിന്റുകളുള്ള ടീമുകൾക്ക് മൈനസ് ആണ് നെറ്റ് റൺ റേറ്റ് എന്ന കാര്യം ശ്രദ്ധിക്കുക. അതേസമയം RCB 10 പോയിന്റേ ഉള്ളെങ്കിലും അവർക്ക് ഇനിയും സാധ്യതകളുണ്ട്. CSKക്കെതിരെ ഒരു കളിയുണ്ട്. അത് ജയിച്ചാൽ സ്വാഭാവികമായിട്ടും CSKയേക്കാൾ അവർക്ക് ഒരു ആധിപത്യം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അവരുടെ നെറ്റ് റൺ റേറ്റ് ആവട്ടെ +0.217 ആണ്. അപ്പോൾ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നർത്ഥം. എങ്കിലും കൈവിട്ടു പോയിട്ടില്ല. CSKയുടെ കയ്യിൽ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ ഇരിക്കുന്നത്. അടുത്ത കളി രാജസ്ഥാൻ റോയൽസിനെതിരെ നാളെ ഉച്ചതിരിഞ്ഞ്, അതിനുശേഷം 18-ാം തീയതി RCBക്കെതിരെ. ആ 2 കളികളും തകർപ്പൻ വിജയം നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും CSKക്ക് RCBയെയും മറ്റുള്ളവരെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് CSKക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ പറ്റും. അപ്പൊ ചോദ്യം, അതിന് ഇപ്പൊ കെൽപ്പുണ്ടോ CSKക്ക് എന്നാണ്. ഇന്നലത്തെ തോൽവി ആരാധകർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 2 കാര്യങ്ങളിലാണ് ആശങ്കയുള്ളത്. ഒന്ന്, ബൗളിംഗ്. സായി സുദർശനും അതുപോലെ ശുഭ്മൻ ഗില്ലും ചേർന്നുകൊണ്ട് 210 റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാ ഉണ്ടാക്കിയത്. ശരിയാണ്, ഗെയ്ക്വാദ് പറഞ്ഞ പോലെ ഫീൽഡിങ്ങിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ബാറ്റർമാർ ഇങ്ങനെ അടിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ വിക്കറ്റ് എടുക്കാൻ കെൽപ്പുള്ള ബൗളർമാരില്ലേ എന്ന് പോലും തോന്നിപ്പോയ സാഹചര്യം ഉണ്ടായി ഇന്നലെ. അത് പരിഹരിച്ചേ പറ്റൂ. മുസ്തഫീസുർ റഹ്മാൻ അദ്ദേഹം വിക്കറ്റുകൾ എടുക്കുമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് ടീമിനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ഇന്നലെ ഇപ്പൊ ഷാർദുൽ താക്കൂറും തുഷാർ ദേശ്പാണ്ഡെയും കൺട്രോൾ ചെയ്തതുകൊണ്ടാണ് റൺ ഇതിനേക്കാൾ വലിയ രൂപത്തിലേക്ക് പോവാതിരുന്നത്. അപ്പം വിക്കറ്റുകൾ എടുക്കുക, വിക്കറ്റ് ടേക്കർ എവിടെ എന്ന ചോദ്യമുണ്ട്. മുസ്തഫീസുർ റഹ്മാൻ അത് ചെയ്തിരുന്നു. ദീപക് ചാഹറും വേണ്ട ഘട്ടങ്ങളിൽ വിക്കറ്റുമായിട്ട് വരുമായിരുന്നു. പിന്നെ പതിരാനയുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം ഇത്തവണ മികച്ച പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. 7 മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഇക്കണോമി എന്ന കാര്യം കൂടി നോക്കുക. അദ്ദേഹം സാധാരണ എക്സ്പെൻസീവ് ആവാറുണ്ട്. അങ്ങനെയല്ലായിരുന്നു ഇത്തവണ. വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തിരുന്നു. അവസാന ഭാഗത്തൊക്കെ അദ്ദേഹം കിടിലനായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു. ആ 3 പേരുടെ ഒരു ബിഗ് ആബ്സെൻസ് അവിടെയുണ്ട്. ആ ഹോള് ഫില്ല് ചെയ്യാൻ ആർക്ക് പറ്റും? അവിടെയാണ് ചോദ്യം. അത് പറ്റിയില്ലെങ്കിൽ വരുന്ന മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ടൈറ്റാണ്. രാജസ്ഥാൻ റോയൽസ് ഇന്നും ഫോമിൽ നിൽക്കുന്ന ടീമാ. പിന്നെ RCBയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അവരിപ്പോ കഴിഞ്ഞ 4 കളികൾ വിജയിച്ചു വന്നു. മറ്റൊരു തലത്തിലാണ് അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഹ്ലിയും ഫാഫും ഒക്കെ നിറഞ്ഞാടുമ്പോൾ വേണ്ട വിധത്തിലുള്ള ബാറ്റർമാരില്ലെങ്കിൽ പണി കിട്ടും, ബൗളർമാരില്ലെങ്കിൽ പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് ഫിസ്, പതിരാന, ദീപക് ചാഹർ ഇവരുടെ അഭാവം നികത്താൻ ആരെ കൊണ്ട് പറ്റും? ഉള്ള വിഭവങ്ങൾ എങ്ങനെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം? അതാണ് CSKയുടെ തിങ്ക് ടാങ്കിനെ ഇപ്പോൾ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഈ 2 കളികൾ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്താലും ഈ ബൗളിംഗ് നിര വെച്ച് പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അത് ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. മറ്റൊരു പ്രധാന പ്രശ്നം പറയേണ്ടതില്ലല്ലോ, ഓപ്പണിങ്. വല്ലാത്ത രൂപത്തിലാണ് ഈ സീസണിൽ CSKയുടെ ഓപ്പണിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. അജിങ്ക്യ രഹാനെ തുടർച്ചയായി പരാജയപ്പെടുന്നു. നമ്മളത് ഈ സീസണിന്റെ മുമ്പ് ടീമുകളെ വിലയിരുത്തുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ് രഹാനയുടെ കാര്യം. രഹാനെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഔട്ട് ഓഫ് ഫോമിന്റെ അങ്ങേ അറ്റത്തായിരുന്നു. നമ്മളത് അന്ന് വിശകലനത്തിലൊക്കെ പറയുമ്പോൾ സുഹൃത്തുക്കൾ പറയാറുണ്ടായിരുന്നു, അത് നോക്കണ്ട, CSKയിൽ എത്തുമ്പോൾ CSKയുടെ ജേഴ്സി അടിയുമ്പോൾ കളി മാറും, കഴിഞ്ഞ കൊല്ലം കണ്ടില്ലേ എന്ന്. കഴിഞ്ഞ കൊല്ലത്തെ കാര്യം വെച്ചിട്ടല്ലല്ലോ നമ്മൾ ഈ കൊല്ലം അനലൈസ് ചെയ്യേണ്ടത്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അദ്ദേഹം പരിതാപകരമായ ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പൊ IPL കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ CSKയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ യുവതാരങ്ങളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ട് തന്നെ അജിങ്ക്യ രഹാനെ അങ്ങനെ ബാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് പക്ഷേ ടീമിന് വലിയ രൂപത്തിൽ തിരിച്ചടിയാവുന്നുണ്ട്. മികച്ച തുടക്കം ലഭിക്കുന്നില്ല. ഇന്നലെ ഇപ്പം അദ്ദേഹം ഔട്ടായി. രജിൻ രവീന്ദ്ര റൺഔട്ട് ആകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. രജിനാണെങ്കിൽ ആദ്യത്തെ 1-2 കളികൾ ഫോം ആയതിനു ശേഷം പിന്നെ ഫോം ആയിട്ടില്ല. മടങ്ങി വന്നപ്പോൾ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. പിന്നെ എന്തും നല്ല പെർഫോമൻസ് കളിച്ചുകൊണ്ടിരുന്ന ഗെയ്ക്വാദിന് ഇതിലെ പെർഫോം ചെയ്യാൻ പറ്റാതെയും പോയി. അപ്പം ആ ടോപ്പ് ഓർഡറിലെ പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഓപ്പണിങ്ങിലെ പ്രശ്നം. അത് പരിഹരിച്ചേ പറ്റൂ.
അത് പരിഹരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം വരുന്ന മത്സരങ്ങളിൽ ഉണ്ടാകും. ഈ രണ്ട് കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ഇന്നലെ സ്വാഭാവികമായിട്ടും ആശ്വാസം നൽകുന്ന കാര്യം മോയിനും അതുപോലെ മിച്ചലും നടത്തിയ ഒരു ഫൈറ്റാണ്. അപ്പം മിഡിൽ ഓർഡറിൽ വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്നലത്തെ കളിയോടുകൂടി ലഭിക്കുന്നുണ്ട് CSKക്ക്. ദ്യൂബെ അദ്ദേഹത്തിന്റെ ഫോമിൽ തന്നെ കളിക്കുകയാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് അത്രയങ്ങ് മിന്നുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം കളിക്കുകയാണെങ്കിൽ ഇനിയും അവിടെ വിശ്വസിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ MSDയുടെ അവസാനം വന്നുള്ള അടി, അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശദമായി പറഞ്ഞതാണ് എന്തുകൊണ്ട് അദ്ദേഹം അവസാനം ഇറങ്ങുന്നു എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നു. പക്ഷെ ഈ രണ്ട് പ്രശ്നങ്ങൾ മുഴച്ചു നിൽക്കുകയാണ്. ഒന്ന്, വിക്കറ്റ് ടേക്കർ എവിടെ എന്നുള്ളൊരു ചോദ്യം. രണ്ട്, ഓപ്പണിംഗിലെ പ്രശ്നങ്ങൾ എപ്പോൾ പരിഹരിക്കുമെന്ന്. ഇത് രണ്ടും പരിഹരിച്ചില്ലെങ്കിൽ CSKക്ക് കാര്യങ്ങൾ അവതാളത്തിലാവുക തന്നെ ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.